കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ സ്ക്വാഡിനെ കുറിച്ചുള്ള 3 സുപ്രധാന അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് എന്തൊക്കെയാണെന്ന്. ഒന്ന് ജയ് ക്വിറ്റോങ്കയെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ, വളരെ മോശം കളിയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലെത്തി കാഴ്ചവെച്ചത്. അവസാന മത്സരത്തിൽ അദ്ദേഹത്തിന്റെ തോളിന് പരിക്ക് പറ്റിയിരുന്നു. ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരും തോളിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സീസൺ നഷ്ടമാകും. പകരമായിട്ട് ബ്ലാസ്റ്റേഴ്സ് കരീം ബെനാരിഫ് എന്ന താരത്തെ സൈൻ ചെയ്ത് കഴിഞ്ഞു. അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചതുമാണ്. മറ്റൊന്ന് മൾട്രോൺ റോസിനെ കുറിച്ചാണ്. അദ്ദേഹം വളരെ മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ലൂണ അണിഞ്ഞ് 10ാം നമ്പറൊക്കെ ഇട്ട് 10ാം നമ്പറിന്റെ പേര് കളയുന്ന ഒരു പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അവസാന മത്സരങ്ങളിൽ ഒരു റെഡ് കാർഡൊക്കെ അനാവശ്യമായിട്ട് മേടിച്ച് അദ്ദേഹം പുറത്തായിരുന്നു. അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്ക്വാഡിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പകരമായിട്ട് ഫ്രാൻസിസ്കോ അബാല എന്ന മുൻ റയൽ മാഡ്രിഡ് താരമായ അർജന്റീനക്കാരനെ സൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. നോക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് സച്ചിനെ കുറിച്ചാണ്. സച്ചിന്റെ കാൽമുട്ടിൽ ഒരു ശസ്ത്രക്രിയ വേണ്ടി വന്നു. അത് വിജയകരമായിട്ട് പൂർത്തിയായിട്ടുണ്ട്. സച്ചിനും ഈ സീസൺ മുഴുവൻ നഷ്ടമാകും. അങ്ങനെ 3 അപ്ഡേറ്റുകളാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജയ് ക്വിറ്റോങ്കയ്ക്ക് പകരം കരീം ബെനാരിഫ്, മൾട്രോൺ റോസിന് പകരം ഫ്രാൻസിസ്കോ അബാല.